സർ, അങ്ങേക്കിനി എത്ര സമയം കൂടെ വേണം? ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിനങ്ങ് സമയം അനുവദിക്കണമെന്നാണ്. അതായത് നമ്മുടെ ബഹുമാനായ നിലമ്പൂർ അംഗം നേരത്തെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. അതൊരു പൊതുവിൽ അദ്ദേഹം മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തെ പോലെ ചില അംഗങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് പറയുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് പറയാനുള്ളൊരു സമയം അങ്ങ് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സർ, ഇന്നലെ നിലമ്പൂർ അംഗം എന്തോ ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന നിലയിലാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കണ്ടത്. സർ, ഇത് കേട്ട് കൈയടിച്ച ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. വർഷങ്ങൾക്ക് മുൻപ് അരുൺ ഷൂരി ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ എഴുതിയ നിറം പിടിപ്പിച്ച നുണകളും അർദ്ധസത്യങ്ങളും ഇവിടെ വീണ്ടും ഉയർത്തി പുതിയ കാര്യമായി കാണിക്കാനുണ്ടായത്. അരുൺ ഷൂരിയാകട്ടെ ആശ്രയിച്ചത് സംഘപരിവാറിൻ്റെയും ചില പഴയ കോൺഗ്രസ്സുകാരുടെയും മുനതേഞ്ഞ ആരോപണങ്ങളാണ്. അതിനെല്ലാം അപ്പോൾ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ മറുപടിക്ക് മുന്നിൽ വിശദീകരണമില്ലാതെ അവർ തളർന്നിരുന്നിട്ടുമുണ്ട്. അത് ബഹുമാനായ ഷൗക്കത്ത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ വിമർശിച്ചായിരുന്നു ഷൂരിയുടെ ആ ലേഖനം. അതിന് അന്നത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എം ബസവ പുന്നയ്യ ഇല്ലസ്ട്രേറ്റ് വീക്കിലിയിൽ തന്നെ മറുപടി നൽകി. പീപ്പിൾസ് ഡെമോക്രസിയിൽ വിശദമായ മറുപടിയും നൽകി. രണ്ടാം ലോക മഹായുദ്ധം 1939 രണ്ട് സാമ്രാജ്യത്വ ശക്തി ധ്രുവങ്ങളാണ് ഉണ്ടായത്. അച്ചുതണ്ട് ശക്തികൾ ഒരു ഭാഗത്ത്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി; മറുവശത്ത് സഖ്യശക്തികൾ, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക. സോവിയറ്റ് യൂണിയൻ ആദ്യഘട്ടത്തിൽ ഇരുവശത്തും ഇല്ലായിരുന്നു. സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ചേർന്നില്ല. 1941 ജർമ്മനിയും കൂട്ടാളികളും വലിയ മുന്നേറ്റമുണ്ടാക്കിയ ശേഷം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അതോടെയാണ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനോടൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ യുദ്ധരംഗത്തേക്ക് വന്നത്. ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് തീക്ഷ്ണമായ സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞത് എൻ്റെ സഹതാപം ഇംഗ്ലണ്ടിനോടൊപ്പമാണ് എന്നാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവിനോട് താൻ അങ്ങനെ പറഞ്ഞതായി ഗാന്ധിജി തന്നെ തൻ്റെ സമാഹൃത കൃതികളിൽ എഴുതിയിട്ടുമുണ്ട്. ഇതേ കാലത്താണ് യുദ്ധോത്സുകമായ മുന്നേറ്റത്തിന് സുഭാഷ് ചന്ദ്രബോസ് ഇറങ്ങുന്നത്. നേതാജിയുടെ സമരോത്സുകതയോട് ജനങ്ങൾ കൂടുതൽ അടുക്കുന്നത് കണ്ടാണ് 1942 ആഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിജി പോലും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകിയ സഖ്യത്തിനാണ് മാനസിക പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞല്ലോ. ഹിറ്റ്ലറുടെ ജർമ്മനി യുദ്ധം ജയിക്കുന്ന ഘട്ടം വന്നാൽ അത് ലോകത്തെയാകെ നാസിസം കീഴ്പ്പെടുത്തുമെന്ന ശരിയായ വിലയിരുത്തലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അതിനാലാണ് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ പക്ഷത്തിന് പിന്തുണ നൽകിയത്. അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷ് രാജിനെ അംഗീകരിച്ചു കൊടുത്തു എന്നല്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാര്യത്തിൽ ബ്രിട്ടനൊപ്പം മാനസികമായി നിലകൊണ്ട ഗാന്ധിജി 1943 42 തൊട്ടടുത്ത വർഷം തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം പിൻവലിച്ചത് ലോകരാഷ്ട്രീയത്തെ ഫാസിസം വിഴുങ്ങുമെന്ന ആസന്നമായ കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്.
ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് പറയുന്നവർ ഒരു കൊല്ലത്തിനുള്ളിൽ അത് പിൻവലിക്കപ്പെട്ട സാഹചര്യവും ആലോചിക്കണം. ഇനി വേറൊരു കാര്യം, അരുൺ ഷൂരി ആക്ഷേപിച്ച അതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ആ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ സായുധമായി എതിരിട്ടത്. പെഷവാർ, കോൺപൂർ, മദ്രാസ്, മീററ്റ്, ലാഹോർ ഗൂഢാലോചന കേസുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽ ചുമത്തപ്പെട്ടത് ഇതേ കാലത്താണ്. കോൺഗ്രസിന് മേൽ നിരോധനമില്ലാതിരുന്നു ആ കാലത്ത്. എന്നാൽ ആ കാലത്ത് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരുന്നു എന്നതും ഓർക്കേണ്ടതാണ്. നിരോധനം നീങ്ങി 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ നടന്നത്. 139 പ്രതിനിധികളാണ് ഇതിലുണ്ടായിരുന്നത്. സർ, ആ 139 പ്രതിനിധികളുടെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് വന്നപ്പോൾ അവർ ആകെ ജയിലിൽ കഴിഞ്ഞ വർഷം 411 വർഷമാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരചരിത്രം. 139 ആള്, ഒന്നോ അതിലധികമോ തവണ ജയിലിൽ കഴിഞ്ഞവരായിരുന്നു അവരിൽ 70% പേരും. അതായത് ഈ പാർട്ടി നേതാക്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പകുതിയോളം കാലം ജയിലുകൾക്കുള്ളിലായിരുന്നു എന്നർത്ഥം. 53% പ്രതിനിധികൾ ഒളിവിൽ കഴിഞ്ഞവരായിരുന്നു. അവരുടെ ആകെ ഒളിവ് ജീവിതകാലം കൂട്ടിയാൽ അതും 54 വർഷം വരും. സർ, 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനം പിൻവലിച്ചിട്ടും ഒന്നാം കോൺഗ്രസ് സമയത്ത് 695 പാർട്ടി അംഗങ്ങൾ ജയിലിലായിരുന്നു. അവരിൽ 105 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടിരുന്നത്. സർ, ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ടാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരചരിത്രം, രക്തലിപികളിൽ എഴുതിയ സമരചരിത്രം. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. PC ജോഷി എഴുതിയ കത്തിനെപ്പറ്റി പാർട്ടി നിലപാട് വിശദീകരിച്ച് ഒരു കത്തല്ല പല കത്തും എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് പാർട്ടി നിലപാടാണ്. ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിന് അനുകൂലമായി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. ഇതിലൊരിടത്തും കോൺഗ്രസ്സുകാരെ പിടിച്ചു തരാം എന്ന ഭാഗമില്ല. PC ജോഷി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കോൺഗ്രസ്സുകാരായി സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നവരാണ്. അതും ബഹുമാനപ്പെട്ട ഷൗക്കത്തിന് അറിയാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു ഒറ്റിൻ്റെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. സർ, ആ ഒറ്റിൻ്റെ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 1946 പുന്നപ്ര വയലാറിൽ, 1948 മുതൽ 51 വരെ മലബാറിൽ പോലീസിനൊപ്പം സഞ്ചരിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടാൻ കൂട്ടുനിന്ന ഷൗക്കത്തിൻ്റെ പൂർവികരുടെ പേരുകൾ നിരത്തിയാൽ തീരില്ല. സർ, ഇവിടെയാണ് നമ്മൾ മോയാരത്തെ ആലോചിക്കേണ്ടത്. മഹാനായ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് അന്നത്തെ കുറുവടിപ്പട വഴിയിലിട്ട് തല്ലിച്ചതച്ച് പോലീസിനെ ഏൽപ്പിച്ച് ജയിലിൽ കൊണ്ടുപോയി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയത്. അത് ആദ്യം പിടിച്ചതും തല്ലിയതും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കുറുവടിപ്പടയായിരുന്നു. അതും ബഹുമാനപ്പെട്ട ഷൗക്കത്തിന് അറിയുമെന്നറിയില്ല. സർ, ഇവിടെ CP-യുടെ 5 രൂപ പോലീസിൽ ചേർന്ന് പുന്നപ്ര വയലാറിലെ പോരാളികളെ ഒറ്റിയവരെ കാണാൻ കഴിയും. മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടാൻ MSP-ക്കാർക്കൊപ്പം വീട് കയറിയ ആളുകളെയും മറക്കാൻ കഴിയുന്നതല്ല. ചരിത്രം പറയുമ്പോൾ നിലമ്പൂർ അംഗം അരുൺ ഷൂരിയുടെ വാദവും കൊണ്ടുവരാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല.
BJPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സർ, നിലമ്പൂർ MLAയുടെ പാർട്ടി 1921 മലബാർ കാർഷിക കലാപത്തെ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് മാപ്പിള ലഹള എന്ന് പരിഹസിച്ച കൂട്ടരാണ്. മലബാറിലെ കാർഷിക ജനതയുടെ സമരത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ അന്ന് കോൺഗ്രസ് പാർട്ടി തയ്യാറായിരുന്നു. സർ, മലബാർ കാർഷിക കലാപം മാത്രമല്ല, പിന്നീട് 1969 മലപ്പുറം ജില്ല എന്ന ആശയത്തിന് തന്നെ എതിര് നിന്നവരായിരുന്നു കോൺഗ്രസ്സുകാർ. സംഘപരിവാറിനോടൊപ്പം തോളോട് തോൾ ചേർന്നാണ് അന്ന് നിലക്കൊണ്ടിരുന്നത്. 1969 വഴിക്കടവിൽ നിന്നും ആരംഭിച്ച മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ ആരൊക്കെയായിരുന്നു നയിച്ചത് എന്ന് ബഹുമാന്യനായ ഷൗക്കത്തിന് നല്ല നിശ്ചയമുണ്ടായിരിക്കുമല്ലോ. ജില്ലാ വിരുദ്ധ സമരത്തിനായി AB വാജ്പേയി കേരളത്തിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വന്നു. കണ്ട, വാജ്പേയിയുടെ പേര് പറയുമ്പോൾ അവിടെ ഒരു പൊള്ളല്. യഥാർത്ഥത്തിൽ പൊള്ളേണ്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെക്കാളും പൊള്ളൽ അപ്പുറത്താണ് കാണുന്നത്. ഇതൊക്കെ സർ സമയം നിന്നാണ് ആ കാലത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തത്. സമയം പാലിക്കണം. ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ അവസരം നൽകിയതിന് ഷൗക്കത്തിന് നന്ദി രേഖപ്പെടുത്തട്ടെ സർ.